അപ്പോൾ ആദ്യം തന്നെ ലിയോസ് ഗോൾഡ് ഡയമണ്ട്സിന്റെ എന്താ പറയാ ക്രിസ്തുമസ് ആശംസകൾ അല്ലേ? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നെയാണ് സത്യം പറയാൻ. സമാധാനം, സന്തോഷം. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയൊക്കെ നല്ല ആ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ എപ്പോഴും വരുന്നത് അങ്ങനെ തന്നെയാണ്. നല്ല ആ ക്രിസ്മസ് വൈബ് എന്ന് പറഞ്ഞാൽ രാവിലേക്കുള്ള തണുപ്പ്, വൈകിട്ടൊക്കെ ഒരു 7 മണി 8 മണിയാകുമ്പോൾ നല്ല തണുപ്പ്. അപ്പൊ ശരിക്കും ആ ക്രിസ്മസിന്റെ ആ ഒരു ഫീല് ഇപ്പൊ തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ക്രിസ്മസിന്റെ തിരക്കിലാണെന്നുള്ളത് അറിയാം. എല്ലാവരും പുൽക്കൂടും അതുപോലെ തന്നെ വീട് ഡെക്കറേറ്റ് ചെയ്യുക, അലങ്കരിക്കുക. അപ്പൊ ഇത്തരത്തിന്റെ കാര്യങ്ങളിലുള്ള നല്ല തിരക്കുള്ള സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ? അപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ ഇവിടെ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഷോറൂം ആ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വിയ ഓപ്പൺ ആയിട്ടുണ്ട്. വിയ എന്ന് പറയുമ്പോൾ ആൾ കണ്ട പെട്ടെന്ന് ആളുടെ കാര്യം പെട്ടെന്ന് എടുത്ത് പറയാണ്. അത് ആളുടെ ഒരു ഏരിയയാണ്. അപ്പൊ അതിനെ മറക്കണ്ടെന്ന് ലിയോസ് ഗോൾഡ് ഡയമണ്ട്സ് പറയുകയാണെങ്കിലും വിയാനെ കുറിച്ച് പറയണം എന്നുള്ളതാണ് ആള് പറയുന്നത്. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. ഇന്നത്തെ ദിവസം ഇങ്ങനെ നമ്മളുടെ ചാനലിൽ, ലിയോസിന്റെ ചാനലിൽ നമുക്ക് ക്രിസ്മസ് വിഷു പറയാൻ പറ്റിയതും അതോടൊപ്പം തന്നെ ഞങ്ങൾ കുറച്ച് ഓർണമെന്റ്സ് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള എക്സോട്ടിക് പീസിൽ വന്നിട്ടുള്ള ട്രൈ കളറിന്റെ ഭംഗിയായിട്ടുള്ള കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ക്രിസ്മസ് അല്ലേ, നമ്മളൊന്ന് വർണ്ണാഭാക്കണ്ടേ അല്ലേ? അപ്പൊ ഗോൾഡിന്റെ വില എല്ലാവരും ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കണം. റോക്കറ്റ് തന്നെയാണ് ശരിക്കും, ഒരു രക്ഷയില്ലാത്ത. ഇങ്ങനെ പോയ റോക്കറ്റിന് ഇത്തിരി സ്പീഡ് കുറയും, ഗോൾഡ് റേറ്റ് ആണ് സ്പീഡ് കൂടി പോണത്. ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോ എന്താ ചെയ്യാ, എല്ലാവരും വന്നിട്ട് പറയുന്ന പോലെ ഏറ്റവും ലൈറ്റ് വെയിറ്റ് വേണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സംഭവം പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഇപ്പൊ ഫീൽഡ് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പൊ ഓർക്കാണ്. അത് വേറെ ഒന്നല്ല, ഒരു കസ്റ്റമറിന് 1 ലക്ഷം രൂപയ്ക്ക് വേണം, മകളുടെ കല്യാണമാണ്, 1 ലക്ഷം രൂപയ്ക്ക് വേണം എന്നൊക്കെ പറയുമ്പോൾ അതാകെ അവർക്ക് എടുക്കാൻ പറ്റുന്ന ചെറിയൊരു കുഞ്ഞൊരു മാല, അതുപോലെ തന്നെ ഒരു വെഡിങ് റിംഗ് എടുക്കും, അവസാനിച്ചു. അപ്പൊ നമുക്ക് തന്നെ അതൊരു ഫീല്. അപ്പൊ ബാക്കി എല്ലാവരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ അപ്പൊ ഒരു രക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് എന്താണ്, ഏറ്റവും ലൈറ്റ് വെയിറ്റ് ഉള്ള കളക്ഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ, ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ക്രിസ്മസ് എപ്പിസോഡിൽ നമ്മൾ ഈ ഓർണമെന്റ്സ് കാണിക്കുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റിൽ തന്നെയാണ്. നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ. ടർക്കിഷിന്റെ ഏറ്റവും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. ഈ ഡിസൈനൊക്കെ നമ്മൾ നേരത്തെ ശരിക്കും പറയുകയാണെങ്കിൽ 4 പവനൊന്നും ഇല്ലാണ്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മളും അതിന് ആ ഒരു രീതിയിൽ നമ്മുടെ യൂണിറ്റുകളിൽ നമ്മൾ അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ട് തന്നെയാണ് നമ്മളിത് മേക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിന്റെ എന്താ ട്രൈ കളർ ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. ഇത് ഏകദേശം എത്രയാ വെയിറ്റ്? 3 പവൻ. പിന്നെ ഈ വെയിറ്റ് എത്ര? 2.25 പവൻ. ഇത് 2.5 പവൻ. ഇത് 2.25. അപ്പൊ എങ്ങനെയുണ്ട്? 2.25 ഇത്രയും വീതിയിലാണ് നമുക്ക് ആ ഒരു നെക്ക് പീസുകൾ കിട്ടണത്. കഴുത്ത് ഫില്ലായി നിൽക്കുന്ന, നിറഞ്ഞു നിൽക്കുന്ന ഒരു പീസാണ്. ആ ഒരു ട്രൈ കളറൊക്കെ വരുമ്പോൾ ഗൗൺ ആണെങ്കിലും സാരി ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. നമ്മളിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ വെഡ്ഡിങ് സീസൺ ആണ്. അപ്പോൾ വെഡ്ഡിങ്ങിനും കൂടിയും റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു കളക്ഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം നിൽക്കുന്നത്. പിന്നെ ഇത് വന്നിട്ടുള്ളതും ഒരു 2.25 പവനാണ്. കാണുന്നില്ല, നന്നായിട്ട് നമ്മുടെ വീഡിയോയിൽ നന്നായിട്ട് കാണിച്ചു കൊടുക്കണം. നല്ല ഏറ്റവും നല്ല വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ടർക്കിഷിലൊക്കെ നമുക്കിപ്പോ മേക്കിംഗ് ചാർജ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഏത് ജ്വല്ലറിയിൽ നിന്നാണെങ്കിലും നിങ്ങൾ കമ്പയർ ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ലിയോസിൽ വന്നിട്ട് നോക്കിയോളൂ. നമുക്ക് അത്രയും ഒരു ഗ്യാരണ്ടി പറയുന്നത് നമ്മൾ ആ ഒരു റേറ്റിൽ, ആ ഒരു ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു നിങ്ങളുടെ അടുത്തൊരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കമ്പാരിസൺ എടുത്തിട്ട് തന്നെ ചെയ്യാം. അതായത് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ സെമി ആയിട്ടുള്ള ടർക്കിഷ് ഉണ്ട്, നമുക്ക് അതിന്റെ മേക്കിംഗ് ചാർജ് വളരെയധികം താഴെയാണ്. എന്നാൽ ടർക്കിഷ് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ട് ടോട്ടലി നോക്കുകയാണെങ്കിൽ. അതെ, അപ്പൊ നല്ല പ്രൊഡക്റ്റുകൾക്ക് നമുക്ക് ആ മേക്കിംഗ് ചാർജ് വരും. ആ മേക്കിംഗ് ചാർജ് ആണെങ്കിൽ പോലും നമ്മൾ അതും നമ്മുടെ ആ ഹോൾസെയിൽ റേറ്റിൽ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് കൊണ്ട് ആ കുറഞ്ഞ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പ് തരാം. പല വീഡിയോയിലും പറയാം. അല്ല, എന്നിരുന്നാലും പുതിയ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങളൊന്നും ബാക്കിലുള്ള വീഡിയോസ് ഒന്നും ചിലപ്പോൾ പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഒരു അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. പിന്നെ അതുപോലെ ഇത് പറഞ്ഞില്ല 3.5 പവൻ അല്ലേ? അടിപൊളി കളക്ഷൻ ആയിട്ട് കിട്ടത്. കുറച്ച് വെയിറ്റിലേക്ക് കുറച്ചുകൂടി കൂടുതൽ വരുമ്പോ എന്താണെങ്കിൽ കുറച്ചും കൂടിയും വർക്കിന്റെ ഡെപ്തും ഡീറ്റെയിലും എല്ലാം കൊണ്ടുവരാനായിട്ട് പറ്റും. ഇതൊന്നും കൂടിയും അടിപൊളിയായിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ അല്ലേ? നല്ല തിക്കായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് വർക്കാണ്. 3.5 പവനാണ് വെയിറ്റും വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ നല്ല കുറച്ചും കൂടിയും പൊലിമ വേണം, ഗ്യാപ്പിട്ടുള്ള വർക്കുകളാണ് നിങ്ങൾക്ക് ആവശ്യങ്ങൾ അങ്ങനെയുണ്ടെങ്കിൽ കസ്റ്റമൈസേഷനും നമുക്കിവിടെ
അവൈലബിൾ ആണ്. നിങ്ങൾ പറയുന്ന തൂക്കത്തിന്, നിങ്ങൾ പറയുന്ന മോഡലില് അതൊക്കെ നമുക്ക് ഇവിടെ ചെയ്തു തരാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ്? മാനുഫാക്ചറിങ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മളുടെ ആനിവേഴ്സറി നമ്മുടെ തീർന്നു. വിയയുടെ ഇന്നോഗ്രേഷൻ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ജനുവരി 5-ാം തീയതി വരെയുണ്ട്. അതിന്റെ കാലാവധി നമ്മളിങ്ങനെ റണ്ണിങ്ങിലാണ്. തീർന്നു എന്ന് ഉദ്ദേശിക്കുന്നത് ഓഫർ അല്ല തീർന്നു എന്ന് പറഞ്ഞത്. നമ്മുടെ ആനിവേഴ്സറിയും ഇന്നോഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. നിങ്ങളുടെ നല്ല സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് ഒക്കെ നേരത്തെ വന്നിട്ടുള്ള 4 വർഷം 5 വർഷം ബാക്കിലുള്ള കസ്റ്റമേഴ്സ് ഒക്കെ പലരും വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. വിയയുടെ ഷോറൂം അടിപൊളിയായിട്ടുണ്ട്, പ്രൊഡക്റ്റുകൾ നന്നായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾ തരുന്ന ഈ ഊർജ്ജം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഇൻസ്പിറേഷൻ തരുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും നമുക്ക് ആ ഒരു സപ്പോർട്ട് നിങ്ങൾ തുടർന്ന് നമുക്ക് വേണം. 7th ആനിവേഴ്സറി ഒക്കെ നമ്മൾ ഈ 2025 നമുക്ക് ചെയ്യാൻ സാധിച്ചു. വിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു കൗണ്ടറിന്റെ ഒരു സ്റ്റോറിന്റെ ഇനോഗ്രേഷൻ നടന്നു. അപ്പോൾ ലിയോസിന് കൊടുത്ത എല്ലാ സപ്പോർട്ടും എല്ലാവരും വിയയ്ക്കും തരണം. വിയയിൽ വരണം, കളക്ഷൻസ് ഒക്കെ കാണണം. ഒരുപാട് ലൈറ്റ് വെയിറ്റിന്റെ ട്രെൻഡിങ് ഞാനാണ് കേട്ടോ പറയണത്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് യൂണീക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് അത് ഉറപ്പ് തരുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വന്ന് നമ്മുടെ ഇനിയിപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ഷോറൂം വെറുതെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് എന്താണ് വിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ടുള്ള അവസരം ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഹാർദവമായിട്ട് ക്ഷണിക്കുന്നു. ഇനിയിപ്പോൾ സ്കൂള് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ട് ഇറങ്ങി എല്ലാവരും ഷോപ്പിങ്ങും കാര്യങ്ങളായിട്ട് നമ്മുടെ ഷോപ്പിലേക്കും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലേ. വെഡിങ് സീസൺ ആണ്. ഒരു കുഞ്ഞു മോതിരാണെങ്കിലും ഒരു കുഞ്ഞു കമ്മലാണെങ്കിലും എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു വെഡിങ് സീസൺ ആണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ എല്ലാവരും ലിയോസിലും വരിക, വിയയില് വരിക, കളക്ഷനുകൾ കാണാം. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഓപ്പൺ ആയിട്ട് അഭിപ്രായങ്ങൾ ഇവിടെ അലീന ഉണ്ടായിരിക്കും. എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങളത് പറയുമ്പോഴാണ് നമുക്കതിൽ നിന്ന് എന്താണ് നമ്മൾ അതിന് ഉൾക്കൊള്ളേണ്ടത്, ശരിയാണോ, ഇനിയിപ്പോൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മളത് ചിന്തിച്ച് അത് നല്ല വഴിയിലൂടെ പോകേണ്ടതുണ്ടോന്നൊക്കെ നിങ്ങൾ വേണം ഞങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ അലീന ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ലിയോസിലും വരണം, വിയയിലും വരണം. അപ്പൊ ക്രിസ്മസിന്റെ എപ്പിസോഡ് എവിടം വരെ എത്തി നമ്മുടെ. സാധാരണ നമ്മൾ നേരത്തെ പോലെ തന്നെ വീഡിയോസ് ഒക്കെ ഒരുപാട് ടൈം എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തു പോകാറ്. പിന്നീട് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് എല്ലാം ചേഞ്ച് ആയി, ഇൻസ്റ്റാഗ്രാം വന്നു. അപ്പൊ വളരെ ചെറിയ ഷോർട്ട് വീഡിയോസുകളാണ് നമ്മൾ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ 3-4 മിനിറ്റ് തരൂ. അതിന്റെ ഉള്ളിൽ ഞങ്ങളോട് ബായി പറഞ്ഞു പോവാനാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ. അപ്പൊ ഇന്നിപ്പോ ചേട്ടനും മോളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളൊന്ന് വിശാലമായി ക്രിസ്മസ് ശരിക്കും അങ്ങോട്ട് സെലിബ്രേറ്റ്. അത് മാത്രമല്ല, ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ആ ചിന്ത വരുന്നതിന്റെ കാരണം നമുക്ക് വരുന്ന കമന്റ്സിനകത്താണെങ്കിലും ചില വന്ന കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പഴയ പോലെ വീഡിയോസ് കാണിക്കാതെ ഇപ്പൊ ഞങ്ങൾ വളരെ ഷോർട്ടായിട്ട് വീഡിയോ പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ വേണ്ട, നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു വരാൻ പറയുമ്പോൾ നമുക്കത് കേട്ടോ. അപ്പൊ ഞാൻ വേറെ ഇതൊന്നും ഒരു പ്ലാൻഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളല്ല കേട്ടോ. ഇവിടെ വന്ന് നിങ്ങളോട് എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് നേരിൽ കണ്ട് സംസാരിക്കുക, ആ ഒരു രീതിയിലുള്ള പ്രസന്റേഷൻ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ ഒറിജിനാലിറ്റി. ഞങ്ങൾ ഇതാണ്. അപ്പൊ എല്ലാവർക്കും പറഞ്ഞ അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹാപ്പി ക്രിസ്മസ്. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പൊന്നിൽ ചാലിച്ച ക്രിസ്മസ് പുതുവത്സരാശംസകൾ.